ഹൈ ലെവലിലുള്ള സർക്കാർ സംവിധാനങ്ങളും ഈ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ആ ഒരു പുരോഗമനം കാണാതെ അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ഡോക്ടറുടെ അശ്രദ്ധയാണെങ്കിൽ കൃത്യമായുള്ള നടപടികൾ അന്വേഷണ വിധേയമായി ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വീട്ടിൽ പോയി ചോദിച്ചോളെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഇടവും പറഞ്ഞ സാഹചര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം കൃത്യമായി വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ്. ചോദ്യങ്ങളെ അദ്ദേഹം ഭയപ്പെടുന്നില്ല. ആണ് പൊതുപരിപാടിയുടെ ഇടയിൽ ഒരു മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലല്ല അദ്ദേഹം ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് ചോദിക്കാൻ സമയമുണ്ട്. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചാൽ അതിന് കൃത്യമായി CM-ന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല. മറുപടി വരാൻ എണ്ണി ചുട്ട മറുപടി അദ്ദേഹം ആ സമയത്ത് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കും. ഒരു ഇടതുപക്ഷ പ്രവർത്തക എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. ഒരു പൊതുജനങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, വിയോജിപ്പുണ്ടോ ഒന്ന് നിങ്ങൾ അത് അന്വേഷിച്ചു നോക്കണം. തെറ്റുണ്ടെങ്കിൽ തിരുത്തു തന്നെ. അതാണ് ഇടതുപക്ഷത്തിന്റെ നയം. അവിടെ കയറിയിരുന്ന് നമ്മൾ ചാണകം പോലെ മെഴുകുന്ന പരിപാടിയൊന്നുമില്ല. അന്വേഷിക്കും, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തും. ശബരിമല സ്വർണ്ണക്കൊളയൊന്നും ഇടതുപക്ഷത്തെ ബാധിക്കുന്നില്ല. കലാകാലങ്ങളിൽ കേരളക്കടയാണ് കൊട്ടിക്കലാശത്തിന് ഏറ്റവും തേടിയേണ്ട ഒരു സ്ഥലം. ഇത്തവണയും അപ്പൊ അതിനേക്കാളും കൂടുതൽ ആവേശത്തോടു കൂടി മണ്ഡലത്തിലെ ജനങ്ങളാകെ PK പ്രശാന്തിനെ ജയിപ്പിക്കാനുള്ള കണ്ടിട്ടായിരുന്നു ആവേശം. ഉറപ്പായിട്ടും ഉണ്ടാവും. അതിനെന്താണ് സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? വട്ടിയൂർക്കാവിന്റെ വികസന നായകൻ തുടരണം എന്ന് തന്നെയാണ് പൊതുവെ ശ്രീലേഖ തൂക്കുന്ന ഒരു അഭിപ്രായം വരുന്നുണ്ട്. എങ്ങനെയാണ് തൂക്കും നിങ്ങൾ പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം പൊതുജനങ്ങൾക്ക് പറയാനില്ല? ഞാൻ സ്ത്രീയാണ്, എന്നെ വിടും. ഈ മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് നമുക്ക് ഒരു ശരാശരി ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏത് മേഖലയിലാണ് ഈ സർക്കാർ സ്പർശിക്കാതെ പോയിട്ടുള്ളത്? ഏത് മേഖലയിലാണ്? ആ ഒരു വീട്ടിലെ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിൽ ഉറപ്പാക്കുന്നുണ്ട്. ഹൈടെക് ക്ലാസ് മുറികള്, പശ്ചാത്തല സംവിധാനം ആകെ മാറിയിട്ടുണ്ട്. ആ വീട്ടിലൊരു വയസ്സായ ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവരുടെ ക്ഷേമ പെൻഷൻ ഇന്നത്തെ കാലത്ത് മക്കൾ പോലും അവർക്ക് ആർക്കും കൊടുക്കുന്നില്ല. അപ്പോ ഒരു സർക്കാരിന്റെ കരുതലാണ് കൃത്യം ഒരു നിശ്ചിത തുക വെച്ച് സർക്കാർ അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഈ യുവതികളായ സ്ത്രീകൾക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള 60 വയസ്സിനകം വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ആ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് 3000 രൂപ ക്ഷേമ പെൻഷനാക്കാം. നിങ്ങൾ ഈ കാണുന്ന ഈ പേരൂർക്കട ജംഗ്ഷന്റെ വികസനം സ്ഥലമെടുപ്പെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. 1683 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയത്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച ഇതേ സർക്കാരിന്റെ കാലത്താണ്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ തന്നെ പല ആശുപത്രികളിലും പലയിടങ്ങളിലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന ജീവൻ നഷ്ടപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സർക്കാരിന്റെ ഒരു വീഴ്ചയാണ്. അതാണ് ഞാൻ പറഞ്ഞതുപോലെ അതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. ഇത്രയും ഹൈ ലെവലിലുള്ള സർക്കാർ സംവിധാനങ്ങളും ഈ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ആ ഒരു പുരോഗമനം കാണാതെ അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ഡോക്ടറുടെ അശ്രദ്ധയാണെങ്കിൽ കൃത്യമായുള്ള നടപടികൾ അന്വേഷണ വിധേയമായി ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എന്ന് കരുതി സർക്കാർ സംവിധാനം ആരോഗ്യ മേഖല ആകെ മോശമാണെന്നൊരു അഭിപ്രായം ശരിയാണോ? അങ്ങനെ ഒരു അതല്ല നമ്മൾ കാണാതെ പോകരുത്. അതല്ല, നമുക്ക് അങ്ങനെ ഒരു ആരോഗ്യ വിഭാഗത്തിന്റെ കയ്യിൽ ഏതെങ്കിലും ഡോക്ടറുടെ കയ്യിൽ ചികിത്സാ പിഴവുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം നമുക്ക് ചികിത്സ മാറ്റിവെക്കാം. ചികിത്സ ആരോഗ്യ മേഖല മാറ്റിവെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ് പരീക്ഷ നടക്കുന്ന സമയത്ത് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ്. കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കൊടുത്താണ് സാറുമാര് ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാഭ്യാസ മേഖല ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും സർക്കാർ സ്കൂളുകളിലാണ് പഠിച്ചത്. ഞാൻ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. 10 വർഷത്തിന് ശേഷമുള്ള നിങ്ങളൊന്ന് പരിശോധിക്കാം. ഈ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ മക്കൾക്ക് സ്കൂളില് പാഠപുസ്തകം കിട്ടാതെ പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അന്ന് ക്രിസ്മസും ഓണവും നേരത്തെ വന്നു എന്നതായിരുന്നു പരാതി. ഞങ്ങൾ അറിഞ്ഞില്ല ക്രിസ്മസും ഓണപരീക്ഷയും ഓണവും നേരത്തെ വന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. വർഷ അവസാനമായിട്ടും പാഠപുസ്തകങ്ങൾ കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സംസ്ഥാനത്തിലെ കുട്ടികൾ പോയി എന്നുള്ളത് വസ്തുതയാണ്. നിങ്ങൾ ഈ തൊട്ടടുത്തൊരു പേരൂർക്കട ബോയ്സ് ഹൈസ്കൂളുണ്ട്, അതിന്റെ തൊട്ടപ്പുറത്തൊരു ഗേൾസ് ഹൈസ്കൂളുണ്ട്.
ഏകദേശം 4 കോടി വികസന പ്രവർത്തനങ്ങളാണ് ഈ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നിട്ടുള്ളത്. കുട്ടികൾക്ക് എന്ത് സൗകര്യങ്ങളാണ്, മെച്ചപ്പെട്ട ക്ലാസ് മുറികൾ, അധ്യയന വർഷത്തിലെ ലക്ഷക്കണക്കിന് പുതിയ കുട്ടികളല്ലേ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഇത് നമ്മുടെ പ്രതിപക്ഷം, അവർക്ക് ഒന്നും പറയാനില്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതല്ല. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ആശയപരമായ സംവാദങ്ങളിലൂടെ അതിനെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളൊരു, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കുക, ബോധപൂർവം അവരുടെ കാര്യങ്ങളെ മറച്ചു വെക്കുക. ഇതാണ് അവരുടെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോ, സംശയങ്ങൾ ചോദിക്കുമ്പോ വീട്ടിൽ പോയി ചോദിച്ചോന്നുള്ള മറുപടി അങ്ങനെയല്ല. അത് വീട്ടിൽ പോയി ചോദിച്ചോളെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഇടവും പറഞ്ഞ സാഹചര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം കൃത്യമായി വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ്. ചോദ്യങ്ങളെ അദ്ദേഹം ഭയപ്പെടുന്നില്ല. അത് വാർത്താ സമ്മേളനം ആയിരുന്നില്ല, പൊതുപരിപാടി ആണ്. പൊതുപരിപാടിയുടെ ഇടയിൽ ഒരു മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലല്ല അദ്ദേഹം ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് ചോദിക്കാൻ സമയമുണ്ട്. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചാൽ അതിന് കൃത്യമായി CM-ന്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല. മറുപടി വരെ എണ്ണി ചുട്ട മറുപടി അദ്ദേഹം ആ സമയത്ത് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കും. പക്ഷെ ആ ചോദിച്ച സമയവും ആ ചോദിച്ച സ്ഥലവും മോശമായി പോയി എന്നൊരു അഭിപ്രായം. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, ഒരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തരുന്നത്, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ്. അതിനായി ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ സ്പേസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അപ്പം പറയാം, അപ്പം നമ്മൾ അതിന് മറുപടി കൃത്യമായി തരും. UDF-ന്റെ പ്രധാന ഒരു വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആയിരിക്കുന്നത്. എന്ത് തോന്നുന്നു, നടപ്പിലാകും തോന്നുന്നു? ആദ്യം UDF ചെയ്യാനുള്ളത് ഈ വയനാട്, ഈ വയനാടിൽ ഒരു ദുരന്തം നമുക്കുണ്ടാകും അല്ലെ. നമ്മളെല്ലാവരും കരഞ്ഞു, എത്രയോ ദിവസങ്ങൾ നമ്മൾ കരഞ്ഞ ഒരു സംഭവമാണ്. നമ്മുടെ കുടുംബത്തിലെ ഉറ്റവരെ ഉടയവരെ ഒക്കെ നഷ്ടപ്പെട്ടതുപോലെയാണ് നമ്മൾ ആ സാഹചര്യം ഓവർകം ചെയ്തത് അല്ലെ. നമ്മൾ 2 കൈയും വിട്ട് നിലവിളിച്ച സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഓരോ ബോഡി കിട്ടുമ്പോഴും ആ ദുരന്തത്തെയും നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് പിരിച്ച പൈസ എവിടെ, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത്തരം ഒരാൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, അത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാനും KSRTC ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്, ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും കൊടുക്കാനല്ലേ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പറഞ്ഞിട്ട് ആരും നടപ്പിലാക്കുമെന്ന് പറയുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങള് ചെയ്യുന്ന കാര്യങ്ങളെ പറയും. ഈ പ്രതിപക്ഷത്തിനോട് പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം വരും, നമ്മുടെ ഖജനാവിലെ പണം എവിടെയെന്നുള്ള. ഭരണപക്ഷമാണ് ഒരു കാര്യം, ഈ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ള പണത്തിന് കൃത്യമായ കണക്കുകളുണ്ട്. നമ്മളൊന്ന് വിവരാവകാശം ഇട്ടാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആധികാരിക രേഖകൾ ഓരോ സമയത്തും എന്തിനാണ് ഏതിനാണ് ചെലവാക്കി എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് മറുപടി കിട്ടും. അത് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ അവരുടെ ചക്ക എന്ന് ചോദിച്ചാൽ ചുക്കെന്ന് മറുപടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചോദിക്കുന്നത് അതാണെന്നേ. പ്രതിപക്ഷം എന്ന് നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കും. ഈ കോൺഗ്രസിന് ഒരു ഘട്ടം വരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു 10-15 ദിവസം മുമ്പ് വരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നേ. ഈ സംസ്ഥാനത്തെ ഇപ്പൊ LDF കഴിഞ്ഞാൽ ഒരു പ്രബലമായ പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഈ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടോ എന്ത് കാര്യക്ഷമമായി LDF സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി മുന്നോട്ട് പോയല്ലോ. എന്തുകൊണ്ട് കോൺഗ്രസിന് അതിന് സാധിക്കുന്നില്ല? തമ്മിലടി. ഇനിയിപ്പോ ആരെങ്കിലും ജയിച്ചു വന്നാൽ എന്താകും ഇതിന്റെ അവസ്ഥ? ഇത് മാത്രമല്ല, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലുള്ള ഒരു കോൺഗ്രസിലുണ്ട്. ആ ഒരു വിവാദം അത് വലിയ തിരിച്ചടിയായി കോൺഗ്രസ് മാറും എന്ന് തോന്നുന്നു. ഉറപ്പല്ലേ? അത്തരക്കാരെ കോൺഗ്രസ് സംരക്ഷിച്ചില്ലേ ഒരു ഘട്ടം വരെ. ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ബൈറ്റ് കൊടുക്കുകയാണ്, അദ്ദേഹം അഭിമുഖം കൊടുക്കുകയാണ്, അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ എഴുതുകയാണ്. അത്തരക്കാരെ, സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾക്ക് സുരക്ഷ വേണം. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു പുരുഷനെ സംബന്ധിച്ചും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ഒരു സ്ത്രീ അതിന് വിയോജിപ്പ് പറയുമ്പോഴും, അവര് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും, അവര് വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമ്മളത് തിരുത്തേണ്ടത്. നമുക്ക് പ്രശ്നമായി മാറുന്നത് അല്ലേ? സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുറത്താക്കി. പക്ഷേ തെറ്റ് തിരുത്തി തിരിച്ചു വന്ന പാർട്ടിയിൽ അവസരമുണ്ടെന്ന് പിന്നീട് ഒരു നയം മാറ്റുന്നു. അതെങ്ങനെ വിലയിരുത്തുന്നു? കോൺഗ്രസിലേക്ക് തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ വിലയിരുത്തുന്നു? ഞാനത് ചോദിക്കുന്നത്, താങ്കൾ ഒരു പെൺകുട്ടിയാണ്, താങ്കൾ അതിനെ എങ്ങനെ കാണും? താങ്കൾ ഒരു സ്ത്രീയാണ്. നമ്മളെല്ലാം പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു സ്ത്രീയും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഒരു സ്ത്രീയും ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള മോശം സാഹചര്യങ്ങളിൽ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ അഭിപ്രായം അല്ലെ. അത്തരം ഒരു പുരുഷന് കിട്ടുന്ന നീതി എന്തുകൊണ്ട് സ്ത്രീക്ക് കിട്ടുന്നില്ല?
അല്ലെ, നമുക്ക് ആരെങ്കിലും തരേണ്ടുന്ന ഒന്നൊന്നുമല്ല സ്വാതന്ത്ര്യം. ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും ഉള്ളത് തന്നെയാണ് ചേച്ചി ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആവേശം മനസ്സിലാവുന്നുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള LDF-ന് ഒരു തിരിച്ചടിയാവും? ഇല്ല, ഒരിക്കലും ആവും. അതെന്താ? കാരണം എന്ന് പറഞ്ഞാൽ അന്വേഷണം നല്ല സുഗമമായ രീതിയിലുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ ചുമതലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്താൽ LDF-ന്റെ നയം അതാണ്. തെറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു അഴിമതിയിൽ പെട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. പ്രതിപക്ഷത്തിന് പോലും പറയാൻ സാധിക്കില്ല. അത്ര മികച്ച ഭരണമാണ്. ഒരു ഇടതുപക്ഷ പ്രവർത്തക എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. ഒരു പൊതുജനങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, വിയോജിപ്പുണ്ടോ ഒന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. തെറ്റുണ്ടെങ്കിൽ തിരുത്തു തന്നെ. അതാണ് ഇടതുപക്ഷത്തിന്റെ നയം. അവിടെ കയറിയിരുന്ന് നമ്മൾ ചാണകം പോലെ മെഴുകുന്ന പരിപാടിയൊന്നുമില്ല. അന്വേഷിക്കും, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തും. ശബരിമല സ്വർണ്ണക്കൊളയൊന്നും ഇടതുപക്ഷെ ബാധിക്കുന്നില്ല. ഈ രണ്ടാമത് നമ്മൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോഴല്ലേ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം എന്തെല്ലാം കൊട്ടിക്കോട്ടിച്ച് ഇവരിതാണ്ട് ഇപ്പോ പാട്ടൊക്കെ ഇറക്കി കോമഡി പാരഡി ഗാനം. ഒരു ശബരിമലയെ സംബന്ധിച്ച് പാരഡി ഗാനം ഇറക്കി രസിക്കാനുള്ള ഒരു സ്ഥലമല്ല ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത്. ഇഷ്ടം പോലെ വിശ്വാസികളും ഉണ്ട് അല്ലെ. അമ്പലത്തിൽ പോകുന്നവര്, പള്ളിയിൽ പോകുന്നവര്, മോസ്കിൽ പോകുന്നവര് ഒക്കെ ഉണ്ട്. അവർക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇടതുപക്ഷ പ്രവർത്തകരുടെ ഞങ്ങൾക്കും ബാധ്യതയുണ്ട്. ജാതി ഇല്ലാത്തവർക്കും മതമില്ലാത്തവർക്കും ഇവിടെ ജീവിക്കുകയും. എന്തായാലും മൂന്നാം പിണറായി സർക്കാർ ഉറപ്പാണ്. LDF